നമസ്കാരം, എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ശ്രീമുരുകൻ്റെ ഭാഗം തന്നെയാണ് മയിലും പൂവൻ കോഴിയും. ഇത് എങ്ങനെയാണ് ശ്രീമുരുകൻ്റെ ഒരു ഭാഗമായി മാറിയത്? അതായത് ശ്രീമുരുകൻ്റെ കൊടിയുടെ അടയാളവും ശ്രീമുരുകൻ്റെ വാഹനവുമായി മാറുന്നത് എങ്ങനെയാണ്? ശ്രീമുരുകൻ ജന്മമെടുക്കുകയും ശൂരപത്മൻ എന്ന അസുരനെ വധിക്കുവാനായിട്ടുള്ള ഉഗ്രമായ പോരാട്ടം ആരംഭിക്കുകയും ചെയ്ത സമയത്ത് ശ്രീ പാർവതി ദേവി ഒരു ശൂലം ഭഗവാന് സമ്മാനിക്കുന്നു. വേൽ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ആയുധമാണ് ഇത്. ശ്രീമുരുകന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശൂരപത്മൻ പല മായാവേലകളും ഉപയോഗിക്കുന്നു. അങ്ങനെ നാടകീയമായ ഒരു വഴിത്തിരിവിൽ തിരുച്ചെന്തൂരിനടുത്ത് മരപ്പാട് എന്ന ഒരു ഗ്രാമത്തിൽ ശൂരപത്മൻ ഒരു വലിയ മരമായി രൂപാന്തരപ്പെട്ടു. ശ്രീമുരുകന് അവൻ്റെ എല്ലാ മായയും മനസ്സിലായതിനാൽ മുരുകൻ തൻ്റെ വേൽ കൊണ്ട് മരത്തിൽ അടിച്ച് ശൂരപത്മനെ, അതായത് ആ മരത്തെ രണ്ടായി പിളർന്നു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ശൂരപത്മൻ ശ്രീമുരുകനോട് മാപ്പ് ചോദിച്ചു. ശ്രീമുരുകനാകട്ടെ തൻ്റെ കൃപ കാണിച്ച് ശൂരപത്മനോട് ക്ഷമിക്കുകയും അവൻ്റെ രണ്ട് ഭാഗങ്ങളിൽ കോഴിയും മയിലുമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. മയിലിനെ വാഹനമാക്കിയപ്പോൾ കോഴി മുരുകൻ്റെ കൊടിയായി മാറി. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ജനനത്തിന് ശേഷവും താരകാസുരനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പും ശ്രീമുരുകന് എല്ലാ പ്രധാന ദേവന്മാരും നൽകിയ പ്രത്യേക വസ്തുക്കളിൽ വരുന്നതാണ് മയിലും കോഴിയും എന്നും പറയപ്പെടുന്നു. ശൂലം ശ്രീമുരുകന് സമ്മാനിച്ചത് അമ്മ പാർവതിയാണ്. മുരുകൻ്റെ പതാകയുടെ പ്രതീകമായി നിൽക്കുന്ന പൂവൻ കോഴിയെ ആദിത്യ ഭഗവാനാണ് നൽകിയത്. ഗരുഡൻ, അതായത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ വാഹനം, പക്ഷികളുടെ രാജാവ്, ശ്രീമുരുകന് സമ്മാനമായി നൽകിയത് മയിലിനെയാണെന്നും പറയുന്നു. ശിവപുരാണം അനുസരിച്ച് മയിലിൻ്റെ പേര് ചിത്രബർഹണ എന്നാകുന്നു. ഇങ്ങനെ സമ്മാനമായി നൽകിയതായിട്ടും പുരാണങ്ങളിൽ പറഞ്ഞു. മറ്റൊരു കഥയായിട്ടാണ് ശൂരപത്മനും ശ്രീ മുരുകനുമായുള്ള യുദ്ധത്തിൽ സംഭവിച്ചത്.